പ്രവിത, ഞാനിപ്പോൾ ഈ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഉള്ളത്. എൻ്റെ മുൻപിലുള്ളത് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ തേര് എൻ്റെ മുൻപിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉത്സവം കൂടി നടക്കുകയാണല്ലോ. അപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ കൽപ്പാത്തിയിലാണ് ഉള്ളത്. ഒന്നാമത്തെ തേര് മുതൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട്. തേര് വലിക്കുന്നതിനും ഒക്കെ ഇപ്പോൾ BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്? തേരുത്സവമാണ്, വലിയ ആവേശം. അതെ, ഇത്തവണ എല്ലാ വർഷവും രഥോത്സവ സമയത്ത് അഗ്രഹാര വീഥികളിലാണ്. ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്താണ് രഥോത്സവം വരുന്നതെന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം കുട്ടിക്കാലം മുതലുള്ള പതിവാണ്. രഥോത്സവ വീഥികളിൽ വരിക, തേര് രഥോത്സവ നാളുകളിൽ അഗ്രഹാര വീഥികളിൽ കറങ്ങി നടക്കുക, ഇതെല്ലാം കുട്ടിക്കാലം മുതലുള്ള ഒരു ശീലമാണ്. ഇത്തവണ ഒരു പ്രത്യേകത, രഥോത്സവ സമയത്ത് വോട്ട് കൂടി ചോദിക്കണം. പക്ഷേ രഥോത്സവ വീഥികളിൽ ഞാൻ വോട്ട് ചോദിക്കാറില്ല. കാരണം ഇത് അതേ സ്പിരിറ്റോട് കൂടിയിട്ട്, രഥോത്സവത്തിൻ്റെ അതേ സ്പിരിറ്റോട് കൂടി ഉൾക്കൊള്ളാം. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ വരുന്ന ആളുകൾ, അഗ്രഹാര വാസികളെല്ലാം കൃഷ്ണകുമാറിനെ അറിയുന്ന ആളുകളാണ്. ഞങ്ങൾ ഒന്നിച്ച് വളർന്ന ആളുകളാണ്. അവരോട് എനിക്ക് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ തേര് വലിക്കില്ലേ? ഇന്ന് കാലത്ത് വന്നിരുന്നു. കാലത്ത് വന്ന് പങ്കെടുത്ത ശേഷമാണ് വീണ്ടും നമസ്കാരം നവ്യപ്പെത്തി ഉച്ചക്കെത്തി. വയനാട് വയനാട് BJPയുടെ സ്ഥാനാർത്ഥി നവ്യ കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ വരൂ. അപ്പൊ എപ്പോഴാണ് വയനാട്ടിൽ നിന്ന് വന്നേ? വയനാട്ടിൽ നിന്ന് ഇന്നലെ കോഴിക്കോട് എത്തി. ഇനി ഇലക്ഷൻ പ്രചരണാർത്ഥം സി കൃഷ്ണകുമാർജിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഇവിടെ എത്തിയതാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടാവും. വോട്ടെടുപ്പ് കഴിഞ്ഞോട് കൂടിയിട്ടൊന്ന് റിലാക്സ് ആയി, ഒറ്റ ദിവസം റിലാക്സ് ആയി. ഇനി ബാക്ക് ടു ഇലക്ഷൻ ഡ്യൂട്ടി. അപ്പൊ ഇനി പാലക്കാട് കൃഷ്ണകുമാർജിക്ക് വേണ്ടിട്ടൊപ്പം. അതെ, അദ്ദേഹത്തിന്റെ ഇലക്ഷൻ വർക്കിൽ സജീവമായിരിക്കും ഇലക്ഷൻ കഴിയുന്നത് വരെ. എങ്ങനെയുണ്ട് അപ്പൊ ഒരു ആത്മവിശ്വാസമൊക്കെ കൽപ്പാത്തി തേരിന്റെ ഇടയിൽ കൂടി ഒന്ന് ചോദിക്കുകയാണ്? 100% ആത്മവിശ്വാസം ഉണ്ട്. ഇപ്പൊ ഓൾറെഡി ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. കുറച്ച് ഭൂരിപക്ഷം കൂട്ടാന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾ വരവുകൊണ്ടുള്ളത്. വയനാട്ടിൽ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. വയനാട്ടിൽ ജയിച്ചു കഴിഞ്ഞു, പാലക്കാടും വിജയിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അന്നില്ലാത്തൊരു ചെറിയ ഇഷ്യൂ ഉള്ളത്, ഇപ്പൊ കേന്ദ്രം നമ്മളെ വയനാട്ടിനെ സഹായിച്ചില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഈ കൽപ്പാത്തിന്റെ ഇടയിൽ. അല്ല, കേന്ദ്ര 782 കോടി രൂപ കേന്ദ്രം നൽകിയത് ചെലവഴിച്ചോ? 50 കോടി രൂപ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നൽകി. 832 കോടി രൂപ പിണറായി വിജയന്റെ പോക്കറ്റിലുണ്ട്. അതാദ്യം ചെലവാക്കട്ടെ. വയനാട് നിവാസികൾക്ക് പുനരധിവാസത്തിനുള്ള സ്ഥലം കണ്ടെത്തിയോ? അതെല്ലാം ചെയ്യേണ്ടത് ആരാ? സംസ്ഥാന സർക്കാരാണ്. 3 കോടി വീടുകൾ PMAY പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥലം കണ്ടെത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ ഭവന നിർമ്മാണം ആരംഭിക്കാൻ കഴിയും, കേന്ദ്ര പദ്ധതി ഉപയോഗിച്ചിട്ട്. അതെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പറയാനുള്ളത്. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള നവ്യ കൂടി ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവം ആദ്യമായിട്ടാണോ കാണാൻ വരുന്നത്? ആദ്യമായിട്ടാണ്. ഇലക്ഷൻ നീട്ടിവെച്ചത് ഞങ്ങൾക്കൊക്കെ ഒരു അനുഗ്രഹമായി. ഇതിലൂടെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. രണ്ടിന്റെ കാര്യം പാലക്കാട് എത്തിയെന്നായല്ലേ? അതെ. ആദ്യമായിട്ടാണ് അപ്പൊ നവ്യ. വിജയനാണ് ഈ പ്രധാനപ്പെട്ട ക്ഷേത്ര സന്നിധിയിലെ എവിടെയോ അഗ്രഹാര രീതിയിൽ എവിടുന്നോ സംസാരിച്ചത്. നവ്യ ഹരിദാസ് ഉണ്ടായിരുന്നു വിപിനൊപ്പം. അപ്പൊ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളൊക്കെ പങ്കുവെക്കുകയായിരുന്നു നവ്യ ഹരിദാസ്.